friends, welcome back to my channel. Manisha here. ഇന്നത്തെ വ്ളോഗ് ഞാനും അമ്മയും കൂടി ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങോട്ടാ എന്നൊക്കെ ഞാൻ മുന്നോട്ട് പറയും. ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ ഡേ വ്ളോഗാണ് കേട്ടോ. ഓക്കെ, എനിവേയ്സ് നമ്മളിപ്പം പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് നമ്മൾ പോയത് സൽക്കാരയിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള സൽക്കാരയിലാണ് കേട്ടോ നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ചെന്നിട്ട് ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. ഇന്ന് സ്പെഷ്യലായിട്ട് കൂന്തൽ റോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ക്വിഡ് ആട്ടോ. അപ്പോൾ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാന്താരി കൂന്തൽ റോസ്റ്റായിരുന്നു. ആക്ച്വലി ഞാൻ നല്ല സ്പൈസി ആണെന്ന് വിചാരിച്ചത്, കാരണം എനിക്ക് നല്ല സ്പൈസി ഫുഡാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എൻ്റെ മിസ്റ്റേക്കാണ്, നമ്മൾ ആക്ച്വലി പറയണമായിരുന്നു കുറച്ചുകൂടെ സ്പൈസി വേണമെന്ന്. അപ്പോൾ അതിൻ്റെ മാത്രം എനിക്ക് ചെറിയ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൈസായിരുന്നു കേട്ടോ. സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും അമ്മയ്ക്ക് ഫുഡ് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇന്നത്തെ ഡേ ഫുൾ ഫോക്കസ് അമ്മ എങ്ങനെ നമുക്ക് കൂടുതൽ ഹാപ്പി ആക്കാം എന്നായിരുന്നു. ഓക്കെ തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ടമ്മി ഒരുപാട് ഹാപ്പി. അതിനുശേഷം നമ്മൾ പോയത് അജ്ഫാനിലോട്ടായിരുന്നു കേട്ടോ. നമ്മുടെ സൽക്കാരയുടെ തൊട്ടടുത്ത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. ഇത് ഈ ചോക്ലേറ്റ്സ് കണ്ടോ? എനിക്ക് ഈ ചോക്ലേറ്റ് കണ്ടപ്പോൾ പണ്ട് പപ്പ ഖത്തറിൽ നിന്ന് വരുമ്പം കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര നൊസ്റ്റ അടിച്ചു. അതിനുശേഷം ഇത് ലിൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റാണ് ഇപ്പോൾ ലിൻറ്റ്. പക്ഷേ എനിക്ക് അതല്ല കേട്ടോ, ആ റെഡിൻ്റെ തന്നെ ബാറായിട്ട് വരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, എന്തായാലും നമ്മൾ അജ്ഫാനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്തായാലും ട്രാവൽ ചെയ്യല്ലേ, കുറച്ച് കുടിക്കാൻ കുറച്ച് ജ്യൂസും പിന്നെ അമ്മയ്ക്ക് കുറച്ച് ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് ഇൻ കേസ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിശപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കേട്ടോ. ഇത് ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, എൻ്റെ ഭാവം നിങ്ങൾ നോക്കണ്ട. ആക്ച്വലി ഞാൻ അങ്ങനെ സ്വീറ്റ് ലവറല്ല. എനിക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യമില്ല. ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പീസേ കഴിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് സ്വീറ്റ് കഴിക്കുന്നതിനോട് അധികം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പൈസി ഫുഡാണ്. ഓക്കെ, എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി കിടക്കുമ്പോഴത്തേക്ക് ദേ കിടക്കുന്നു നല്ല ട്രാഫിക്. നമ്മൾ ലൊക്കേഷനിൽ 4:30 എത്തുമെന്ന പ്രതീക്ഷയോടെ ആട്ടോ നമ്മൾ ഇറങ്ങിയത്. പക്ഷേ 4:58 ആയപ്പോഴാണ് എത്തുള്ളൂ എന്നാണ് മാപ്പിൽ കാണിച്ചത്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സ് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളിയിലാണ്. അമ്മയുടെ കൂടെ ഒരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, മദേഴ്സ് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ എനിക്ക് ആക്ച്വലി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും നമ്മൾ ആ സമയത്ത് വാങ്ങിക്കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നൊരു മക്കൾ തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കിങ്ങനെ അമ്മയ്ക്കൊരു സാധനം വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് വരണം എന്നൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ലൈഫിൽ ഇല്ല. അപ്പോൾ എന്താവശ്യം എപ്പോൾ വന്നാലും വാങ്ങിക്കൊടുക്കുന്ന ഒരു കുട്ടികൾ തന്നെയാണ് ഞങ്ങൾ തന്നെ പുകഴ്ത്തി പറഞ്ഞതല്ല കേട്ടോ. ആക്ച്വലി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ അമ്മയ്ക്ക് ഈ പറയുന്നില്ല എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ടും സന്തോഷം ഉണ്ടാക്കുന്ന അത്രയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ ഔട്ട് ആകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആണ് ലൈഫിൽ. കാരണം അപ്പോൾ ഞാൻ വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ ലൈഫിൽ വീട്ടിൽ തന്നെയാണ് ആക്ച്വലി എന്തെങ്കിലും കാര്യങ്ങൾ, വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയല്ലേ. അതിനിടയിൽ ചേച്ചിയുടെ കുട്ടികളൊക്കെ ഉണ്ട്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ബിസി ഷെഡ്യൂളിൽ നിന്നും അമ്മയ്ക്ക് റിലീഫ് കിട്ടും എന്ന് തന്നെയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ എടുത്ത തീരുമാനം വളരെ നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തി. നിങ്ങൾ ആതിരപ്പള്ളി പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെ പോയാലും മാക്സിമം ഒരു 3:30 അല്ലെങ്കിൽ 4 അപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. ബിഫോർ 4 തന്നെ 3:30 മുമ്പ് തന്നെ നിങ്ങൾ ആതിരപ്പള്ളിയിൽ എത്താൻ നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാണ്. 5 എന്ന് പറഞ്ഞാലും ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാണ്. കാരണം നമ്മൾ എൻട്രി കിട്ടിയാലും 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ നമ്മൾ തിരിച്ചിറക്കും. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സോ മാക്സിമം ഒരു 3:30 എൻട്രി കിട്ടാൻ നോക്കുക. അതേപോലെ ചെക്ക് പോസ്റ്റിൽ ക്യാഷൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അവർ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് ഞാൻ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. ഞാൻ വ്ലോഗ് പാതിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആക്ച്വലി അമ്മയ്ക്കെടുത്ത വീഡിയോ ക്ലിപ്പായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം നല്ല രീതിയിൽ പോയപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ആഡ് ഓൺ ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്നും ഇറങ്ങി. ഇത് വരുന്ന വഴിക്കുള്ളൊരു ലൊക്കേഷനാണ്. അതെന്താ സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി മദേഴ്സ് ഡേക്ക് അല്ല കേട്ടോ നമ്മൾ
ഇതേപോലെ ഡേ ഔട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. മദേഴ്സ് ഡേക്ക് അന്ന് നമ്മുടെ നാട്ടിൽ വീടിൻ്റെ ടെറസിന് മുകളിൽ ഷീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അവിടെയായിരുന്നു. അന്ന് നൈറ്റ് തന്നെ അമ്മ കൊച്ചിയിലെത്തിയത്. അന്ന് നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഫ്രണ്ട്സ്, അതേപോലെ നിങ്ങളും മാക്സിമം നിങ്ങളുടെ അമ്മയെ ഹാപ്പി ആക്കാൻ നോക്കുക. കാരണം അവർക്കൊന്നും വേണ്ട, അവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വേണ്ട. എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വേണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല. അവർക്ക് സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ, അത് മക്കളാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. മക്കൾ കൂടെ കുറച്ച് നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് മതി. അതുതന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ഡേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മയെ എനിക്ക് ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ഓർമ്മ തന്നെയായിരിക്കും. എന്തായാലും താങ്ക് ഗോഡ്, എൻ്റെ അമ്മ എനിക്ക് ഇന്നത്തെ ദിവസം ഇത്രയും ഹാപ്പി ആക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ നേരം ചില്ല് ചെയ്തു കേട്ടോ. കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു. കുറേ സ്റ്റിൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിക്സൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിയപ്പോൾ. അത് എന്താണെന്ന് ഞാൻ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് വാ. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തി കേട്ടോ. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച വാട്ടർഫോളില്ലേ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു 5 ഒക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിരുന്നു. പക്ഷെ അവിടെ എത്തപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി ക്ലോസ്ഡ് ആയി, ഇനിയിപ്പോൾ എൻട്രി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സംസാരിച്ച് നമുക്ക് ടിക്കറ്റ് കിട്ടേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴത്തേക്കും ഒരു ബസ് വന്നിട്ട് അതിനകത്ത് നിറച്ച ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പോലീസുകാരൻ ടിക്കറ്റ് തരുന്ന കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഞങ്ങൾക്ക് ടിക്കറ്റ് തരുവാണെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നിട്ട് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടതും പോലീസുകാർ നമുക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് ഭയങ്കര ഡള്ളായിട്ട്. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് അത് വെറുതെ ആയിപ്പോയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു. പക്ഷേ വരുന്ന വഴിക്ക് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്കൊന്ന് മറ്റേടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും നല്ല രസമുണ്ട്. എന്നാലും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു അവിടെ ആയിരുന്നെങ്കിൽ വ്ളോഗിന് കുറച്ചുകൂടെ ലെന്ത് ഉണ്ടായേനെ. പക്ഷെ നമുക്ക് ഈ പറയുന്ന എൻട്രി കിട്ടാത്തത് കൊണ്ട് വ്ളോഗ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു കുട്ടി വ്ളോഗായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ വലിയ പ്ലാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇതെങ്കിലും കിട്ടിയാലും ഇവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര ഹാപ്പിയാണ്. നല്ല വെയിലാണ് ഗൈസ്. സി അമ്മ ഹാപ്പി ആയോ? അമ്മ ഇവിടെ വന്ന് കണ്ടപ്പോ ശരിക്കും ഹാപ്പി ആയി. അമ്മ ഇഷ്ടപ്പെട്ട സ്ഥലം? ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് മദേഴ്സ് ഡേ സ്പെഷ്യൽ? നല്ല എന്നെ മൊത്തം ഹാപ്പി ഹാപ്പി.
ഗൈസ് ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കാണ്. മോഗു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രോബെറി ഫ്ലേവർ, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ നമ്മൾ അഷ്ഫൈനിലോ പോയപ്പോൾ വാങ്ങി കേട്ടോ. ഇവിടെ വലിയ ബോട്ടിൽ കിട്ടും, ബാക്കി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇവിടെ ചെറുതായിട്ട്. പക്ഷെ ബാംഗ്ലൂരൊക്കെ കിട്ടും കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ വലിയ ബോട്ടിൽ കിട്ടും. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു മദേഴ്സ് ഡേ സ്പെഷ്യൽ? നല്ലതായിരുന്നു. ഹാപ്പിയാണോ? നല്ല അടിച്ചു പൊളിച്ചു അല്ലേ? നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് വേറെ ഒന്ന് ഗൈസ്, പക്ഷെ നടന്നത് വേറെ ഒന്ന്. പക്ഷെ നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു അല്ലേ? എന്തായാലും നന്നായിരുന്നു. നമ്മൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക്കായിരുന്നു. ഒന്നാമത് ഈവനിങ് ടൈമും കൂടി ആണല്ലോ, നല്ല ട്രാഫിക്കായിരുന്നു. കുറേ നേരം ബ്ലോക്കിൽ കിടന്നു, ആകെ ടയേർഡായി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ വരാൻ ആക്ച്വലി നമുക്ക് ഡിന്നർ കഴിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ വരാൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു. അപ്പം അമ്മ സാരിയാണല്ലോ എടുത്തത്. അപ്പം അമ്മയുടെ സാരി ഫുള്ളും വെറ്റായിട്ടുണ്ടായിരുന്നു താഴെ മൊത്തം. അതോടൊപ്പം തന്നെ എൻ്റെ ഷൂ എങ്ങനെയോ വെള്ളത്തിൽ പോയി. സംഭവം ഷൂ റോക്കിൻ്റെ ആ സൈഡിൽ തന്നെയായിരുന്നു വച്ചിരുന്നത്. അപ്പം എങ്ങനെയോ തട്ടി, അമ്മ ജസ്റ്റ് പാസ് ചെയ്ത് നമ്മുടെ കാലിൽ തട്ടിയിട്ട് ആ ഷൂ തെറിച്ച് വെള്ളത്തിൽ പോയി. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ആ ഷൂ കിട്ടുമെന്ന്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഷൂ നമുക്ക് കിട്ടി കേട്ടോ. ഷൂ കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ ആ നനഞ്ഞ ഒരു ഷൂ തന്നെ എനിക്ക് ഇടേണ്ടി വന്നു. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ വാഷ്റൂമിൽ പോകണമെങ്കിൽ തന്നെ ചെരുപ്പില്ലാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷൂ ഇട്ടു. അപ്പോൾ എനിക്ക് ഷൂ ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ ഡ്രസ്സ് മൊത്തം മാറാം. ടോട്ടലി ലൈക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാണല്ലോ. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഗൈസ്. കുറച്ച് ഭയങ്കര നമ്മുടെ ബോഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പുള്ള ഡ്രസ്സാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഡിന്നർ കഴിക്കാൻ പോയില്ല. അപ്പോൾ കുറച്ച് കംഫർട്ടബിളായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഇടാണ്. അമ്മ എന്തായാലും കുളിക്കാൻ പോയിട്ടുണ്ട്. അമ്മ ഇനി കുളിച്ച് ഫ്രഷ് ആയി സാരി മാറ്റി വേറെ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയുള്ള ഗൈസ്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞാൻ വന്നു. ഞാനൊരു വൈറ്റ് ടീഷർട്ടും ഒരു ബ്ലാക്ക് ജീനും ഇട്ടത്. അമ്മയും വൈറ്റ് ആയിട്ടത്. ഓക്കെ, അപ്പോൾ വൈറ്റ്. അപ്പൊ നമുക്ക് പോയി ഡിന്നർ കഴിക്കാം. അപ്പൊ ഡിന്നർ കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഇടപ്പള്ളി പള്ളിയിലാട്ടോ. ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കാം. എന്നാൽ പിന്നെ പള്ളിയിലും കൂടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് വിശ്വാസമുള്ള ഒരു പള്ളിയും കൂടിയാട്ടോ ഇടപ്പള്ളി പള്ളി. ഞാൻ മിക്കപ്പോഴും ഇവിടെ വരാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും അമ്മയും പോയി പള്ളിയിലൊക്കെ പോയി കുറച്ചേരം ഇരുന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതൊക്കെ ഉള്ളായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷ പോലും ഒന്നും അല്ല ഇന്നത്തെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് ഹാപ്പി ആക്കാൻ പറ്റി. അപ്പോൾ ഗൈസ്, ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.